തെന്നല ബാലകൃഷ്ണപിള്ളയുടെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വസതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറ്റവും മുതിർന്ന നേതാവാണ് വിട പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികൾ നേരിട്ടിരുന്ന കാലത്ത്, ഗ്രൂപ്പ് പ്രശ്നങ്ങളുടെ സമയത്ത് ഒക്കെ തന്നെ സമമായ നിർദ്ദേശങ്ങളുമായി വന്നിട്ടുള്ള, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയിട്ടുള്ള ഒരു തറവാട്ട് കാരണവർക്ക് തുല്യനായ നേതാവാണ് തെന്നല ബാലകൃഷ്ണപിള്ള. അദ്ദേഹമാണ് വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും തന്നെ പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഗ്രൂപ്പ് രാഷ്ട്രീയങ്ങൾക്കൊക്കെ അതീതനായ, അത്തരത്തിൽ തന്നെ ഉന്നതനായ ഒരു നേതാവ് തന്നെയാണ് തെന്നല ബാലകൃഷ്ണപിള്ള. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ സൗമ്യമുഖം, ആദർശശുദ്ധിയുള്ള സംശുദ്ധ രാഷ്ട്രീയത്തിനുടമയായിട്ടുള്ള കോൺഗ്രസിൻ്റെ തറവാട്ട് കാരണവരെയാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അനുരാഗ് അവിടെ നിന്ന് തുടരുന്നുണ്ട്. അനുരാഗ്, തെന്നല ബാലകൃഷ്ണപിള്ള വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഒരുപാട് നാളായി ചികിത്സയിലായിരുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ? വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത നമുക്കരികിലേക്ക് എത്തിയത്. ഓരോ കോൺഗ്രസ് നേതാക്കളും ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത്. കാരണം ഇവിടെ എത്തിയ അല്ലെങ്കിൽ അനുസ്മരിച്ച എല്ലാ നേതാക്കളുടെയും ഗുരുനാഥൻ കൂടിയാണ് തെന്നല ബാലകൃഷ്ണപിള്ള എന്ന കാര്യത്തിൽ സംശയമില്ല. ആ രീതിയിൽ തന്നെ എല്ലാവരും പ്രതികരിക്കുന്നുമുണ്ട്. കാരണം അവർ പിന്നീടുള്ള അല്ലെങ്കിൽ ഈ നേതാക്കൾ എല്ലാവരും ഓരോ പദവിയിലേക്ക് എത്തുമ്പോൾ ആദ്യം അനുഗ്രഹം വാങ്ങാൻ ഓടിയെത്തുന്നത് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ അരികിലേക്കാണ്. അദ്ദേഹം ആ രീതിയിൽ തന്നെ എല്ലാവരെയും സ്വീകാര്യതയോടെ തന്നെ അനുഗ്രഹിച്ച് വേണ്ട ഉപദേശങ്ങൾ നൽകി വിട്ട ആളാണ്. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സൗമ്യമായ മുഖമാണ്. എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓർമ്മ വരുന്നത് തന്നെ പാർട്ടിയെ ശക്തമാക്കാൻ പ്രവർത്തിച്ച ആ പ്രയത്നങ്ങൾ, അതോടൊപ്പം തന്നെ സ്വീകാര്യനായ നേതാവ് എന്ന ആ ഒരു പദവി തന്നെയാണ് അദ്ദേഹത്തിനെ ഓരോ പദവികളിലേക്കും എത്തിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല പദവികൾ അദ്ദേഹം വഹിച്ചു. അതൊന്നും അദ്ദേഹം അതിന് പുറകെ പോയി നേടിയതല്ല. എല്ലാ പദവികളും അദ്ദേഹത്തിന് ആ അനിവാര്യമായ ഘട്ടത്തിൽ പാർട്ടി തന്നെ നൽകിയതാണ്. കാരണം ആ പാർട്ടിയെ അത്രത്തോളം കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന്റെ ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു നേതൃപാടവം വേണം എന്നുള്ള ഘട്ടങ്ങളിൽ പാർട്ടി തന്നെ ഏൽപ്പിച്ച ആ ഒരു പദവികളാണ്. സത്യസന്ധനായ രാഷ്ട്രീയ നേതാവായിരുന്നു. നിഷ്പക്ഷ സമീപനം സ്വീകരിക്കുന്ന ആളായിരുന്നു. എല്ലാവർക്കും ഏത് സമയത്തും കയറി ചെല്ലാൻ കഴിയുന്ന ഒരു മനസ്സായിരുന്നു അദ്ദേഹത്തിന്റെ. അത് എല്ലാവരുടെ പ്രശ്നങ്ങളും കേട്ട് അതിൽ തനിക്ക് കഴിയുന്ന എല്ലാ പരിഹാരങ്ങളും കണ്ടെത്തി നൽകുന്ന നേതാവ്. എന്തായാലും എല്ലാവരും കണ്ണീരോടെ തന്നെയാണ് ആ വാർത്ത ഇപ്പോൾ കേട്ടത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് ആംബുലൻസ് ഇപ്പോൾ ആശുപത്രി വളപ്പിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. നെട്ടയത്തിലാണ് ഇപ്പോൾ എത്തിക്കുക. അതിനുശേഷം നാളെ രാവിലെ 10:30 വരെ നെട്ടയത്തെ വസതിയിൽ പൊതുദർശനം ഉണ്ടാകും. പിന്നീട് KPCC ആസ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകും. ഉച്ചയ്ക്ക് 1:30 വരെയാണ് KPCC ആസ്ഥാനത്ത് പൊതുദർശനം ഉണ്ടാവുക. പിന്നീട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ജനസഞ്ചയമായിരിക്കും എല്ലായിടങ്ങളിലും ഉണ്ടാവുക. എന്തായാലും അല്പസമയത്തിനകം ഈ പൊതുദർശനം വസതിയിൽ ആരംഭിക്കും. അവിടെ മുതൽ നാളെ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് വരെ വലിയ ജനസഞ്ചയം തന്നെ എല്ലായിടത്തും ഉണ്ടാകും. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല രാഷ്ട്രീയ നേതാക്കളുടെയും ഗുരുവാണ്, ഗുരുനാഥനാണ്. അതുപോലെ നിഷ്പക്ഷരായ ജനങ്ങൾക്ക് നിഷ്പക്ഷതയോടെ തന്നെ അവരുടെ ആവശ്യങ്ങൾ കേട്ട് അതിന് വേണ്ട എല്ലാ ഉപദേശങ്ങളും നൽകി അവർക്ക് പരിഹാരം നൽകിയ നേതാവാണ്. അത്രത്തോളം ഒരു കരുതലുള്ള മനുഷ്യനെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാം ഒരു നോക്ക് കാണാനായി, അദ്ദേഹത്തെ അവസാനമായി കാണാനായി അവിടേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്രത്തോളം തിരക്ക് എന്തായാലും ഇവിടങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ എല്ലാവരും പ്രതികരിച്ച പോലെ തന്നെ വലിയ തീരാ നഷ്ടമാണ് അവർക്ക്. കോൺഗ്രസ് പാർട്ടിക്ക്, കേരളത്തിലെ കോൺഗ്രസിന് അവരുടെ കാരണവരെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഓരോ പ്രതിസന്ധികളിലും അവർ ഓടിച്ചെല്ലുന്ന ഇടമായിരുന്നു. വേണ്ട ഉപദേശങ്ങൾ തേടുന്ന വ്യക്തിയായിരുന്നു, വേണ്ട ഉപദേശങ്ങൾ നൽകുന്ന വ്യക്തിയായിരുന്നു. എങ്ങനെ കരുത്തോടെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിലെല്ലാം കൃത്യമായ ദിശാബോധമുള്ള വ്യക്തിയായിരുന്നു. ആ വ്യക്തിയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് നഷ്ടമായിരിക്കുന്നത്. ലക്ഷ്മി.